ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇതെന്താ ലേഹ, ഇതെന്ത് കോലാന്റെ ഒറ്റക്കൊമ്പന? ഒരു മുടി എവിടെ പോയി? അങ്ങനെ ഇന്ന് ഉമ്മല്ലാത്ത യാത്ര. ഉമ്മാനെ നമ്മള് ക്ഷണിച്ചായിരുന്നു. ഉമ്മാക്ക് എന്താ ഛർദിയോ? ഉമ്മാക്ക് എന്താടി ഛർദിയോ? ഇന്നലെ വരെ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇന്നലെ കാരണം ഞങ്ങൾ ഇന്നലെ എത്തിയപ്പോ 3 മണി 2 മണിയായില്ലേ, 2:30 മണി. ഞങ്ങൾ ഇന്നലെ കൊച്ചിയിലായിരുന്നു ഗായ്സ്. കൊച്ചിയിലൊരു ഫുട്ബോൾ മാച്ചിന് പോയിട്ട് 2:30 മണിക്കാണ് തിരിച്ചെത്തുന്നത്. ഓക്കെ, അപ്പോ ഇന്ന് വേറൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് എല്ലാരും ഉണ്ട്. ചക്കര കുട്ടി അതാ ബാക്കില്, ഹിജാസും ഫ്രണ്ടില്, സിനു അയലനും ബാക്കില്, അലേഹ പിന്നെ അലേഹന്റെ എന്നത്തെയും സീറ്റില്. വേറെ ആർക്കും എഴുതി കൊടുക്കാത്ത സീറ്റാണ്. ഇനി ഇവര് വലുതായി കഴിഞ്ഞാൽ എന്താവും എന്നുള്ളതാണ് നമുക്ക് നോക്കാം. ഇന്നെന്തായാലും ഇന്നത്തെ യാത്രകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നൊരു വീഡിയോ ആയിട്ട് കാണാൻ ഗൈസ്. ഒരുപാട് ദിവസമായിട്ട് വ്ളോഗോ കാര്യങ്ങളൊന്നും അങ്ങനെ പോസ്റ്റ് ആക്കില്ല. എന്നാ മുടി കളച്ചലിന് നിർത്തിയതാണ്, പിന്നെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. ഒന്നാമത് തിരക്കും, പിന്നെ തുന്നിന്റെ പിന്നിലുള്ള ഓട്ടവും, അങ്ങനെ ഒരുപാട് അല്ലേ. പക്ഷെ തുന്നിയിൽ ഇപ്പൊ അത്യാവശ്യം ആൾക്കാര് പർച്ചേസ് ചെയ്ത് തുടങ്ങിയില്ലേ. ആൾക്കാർക്ക് ട്രസ്റ്റ് വരൽ തുടങ്ങി ഗൈസ്. ട്രസ്റ്റ് ഉണ്ടാക്കി എടുക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ അതുപോലെ തന്നെ കോമ്പറ്റീഷനും ആയി. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റ് ക്ലോത്തിന്റെ ആൾക്കാര്, നമ്മളാരെയും ഇന്ന സാധനം മോശമാണെന്ന് ആരെയും നമ്മൾ പറയാറില്ല. പക്ഷെ പർച്ചേസ് ചെയ്യാതെ, മെറ്റീരിയൽ അറിയാതെ, എന്താണ് പഴയ മോഡലാണ്, മോഡൽ എന്തോ ആയിക്കോട്ടെ, ആളുകൾക്ക് നമ്മൾ ആദ്യമേ പറഞ്ഞാൽ നമ്മള് സിമ്പിൾ മോഡൽസും അതുപോലെ തന്നെ കോഡ് സെറ്റുകള് അങ്ങനത്തെ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ഇറക്കാൻ നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെ നിങ്ങൾ കല്ലും മുത്തും ഇല്ല, അതില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അതിനാവശ്യക്കാരുണ്ട്. നമ്മൾ എന്ത് മോഡൽ എന്താണെന്നുണ്ടെങ്കിലും അത് നല്ല മെറ്റീരിയലും നല്ല സ്റ്റിച്ചിങ്ങിലും കൊടുക്കുമ്പോഴല്ല അതിന് പ്രസക്തി ഉള്ളൂ. അല്ലാതെ ഇപ്പൊ ഒരുപാട് നല്ല മോഡലായിട്ട് തുണി 10 പൈസക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും പർച്ചേസ് ചെയ്ത എല്ലാവരും നമുക്ക് ഹാപ്പി കസ്റ്റമർ ആണ്. അതന്നെ നമ്മുടെ വലിയ കിട്ടലാണ് ഗൈസ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ വിഷയങ്ങൾക്ക് കിടക്കാം. അല്ലെ അന്നെയാണ് ഈ പറയുന്നത് എന്താ അറ്റാക്ക് അപ്പൊ ഞാൻ ഇങ്ങനെ ഇറങ്ങി ഏത് അറ്റാക്ക്. അപ്പൊ ഞാൻ അമ്മാനോട് പറഞ്ഞു തുടങ്ങി പെണ്ണ അറ്റാക്ക് പറയല് ഇറങ്ങി അപ്പൊ അതിന് വർത്തയക്കാൻ ഞങ്ങള് ഇന്നലെ ഞാനും കേട്ടിട്ടുണ്ട് മുട്ടായിക്കുണ്ട് അറ്റാക്ക്. എല്ലാത്തിനും നിങ്ങളൊന്നത് പറയാതെ വന്ന ആൾക്കാരല്ലേ. അല്ല അതല്ല, അത് കേൾക്കുമ്പോ രസാണ്. ശരിയാ, അപ്പിക്ക് അപ്പി അറിയും മൂത്രയിക്കല്ലേ പൂട്ടി അന്നെയാണ് ഈ പറയണത്. എനിക്ക് മൂക്കാണോ കുട്ടിയോട് മിക്സ്ഡ് ലാംഗ്വേജ് ആവും. അപ്പൊ നമ്മളത് 16 രസമാവും. അല്ല, നമ്മളെ കൊല്ലം ഭാഷ ഇവിടുത്തെ പാലക്കാട് ഭാഷ കൂടെ മിക്സ് ആവും. കൊല്ലം പാലക്കാടും തമിഴും കുട്ടികൾക്ക് ലാംഗ്വേജ് പഠിക്കാൻ എവിടേക്കും പോകേണ്ട ആവശ്യമില്ല, ആകെ മിക്സ് ആവും. ഇന്ന് വന്നിട്ടേ തെക്കനും അല്ല വടക്കനും അല്ല. അലേഹ, ആരാണ് ഇന്റെ കുട്ടികളെ കളിയാക്കുന്നത്? ഇതിന് ഒരു തല കെട്ടാളുള്ളൂ, ഒരു തല കെട്ടിവാ പോയിട്ട് പോ. ഒരു കൊമ്പ് എവിടെ അല്ലേ? ഒരു നമ്മൾ എവിടെ എത്തി? നമ്മുടെ കൊണ്ടോട്ടി കോളിയത്തിന്റെ പരസ്യം എടുക്കാൻ വന്നതാണ്. ഇതിനെ പിടിക്കടി, റോട്ടിക്ക് മണ്ടുവരും. കേറ്, ഈ ആദ്യം കേറ്. പരസ്യം എടുക്കൽ കഴിഞ്ഞു. പരസ്യത്തിന്റെ ഷോപ്പ് ഞാൻ ഇട്ടരാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിപ്പോ എവിടെ നിന്നറിയാം, കൊണ്ടോട്ടി കോടങ്ങാട് AI ക്യാമറ ഉണ്ടോ, അതിന്റെ താഴെയുള്ള ഫോളിയറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് ഹോം സെന്റർ ആണ്. ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് വീട്ടിലേക്ക് വേണ്ട A to Z ഡെക്കോർ ഐറ്റംസ് ഉണ്ട്. അതുമാത്രമല്ല ഫർണിച്ചേഴ്സ് ആണെങ്കിലും ചെയേഴ്സ് ആണെങ്കിലും മൊത്തം സാധനങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിൽ പർച്ചേസ് ചെയ്തതും ഞാൻ ഇവിടുന്നാണ്. ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ പണ്ടിട്ടെന്നായിരുന്നു. അപ്പോൾ ഇവരവിടെ ഓഫർ വെച്ചിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നവിടെ ക്ഷണിച്ചിട്ടുള്ളത്. ഓഫർ ജൂലൈ 16 തൊട്ടിട്ട് ഓഗസ്റ്റ് 15 വരെ ഇവിടുത്തെ സാധനങ്ങൾക്ക് 50 to 30 ഓഫറാണ്. അതും എന്താ പറയുക, ഇതിലും വലിയൊരു ഓഫറിൽ നിങ്ങൾക്ക് വേറെ സാധനം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് നിങ്ങൾക്ക് ഹൗസ് വാമിങ്ങോ, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഹൗസ് വാമിങ്ങോ, റിലേറ്റീവ്സിന് ഹൗസ് വാമിങ്ങോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്കോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡെക്കോർ ഐറ്റംസ് ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പറ്റിയ ടൈമാണ്. കാരണം ഇതുപോലൊരു ഓഫർ നിങ്ങൾക്ക് വേറെ കിട്ടാനില്ല. ഒന്നുകൂടി ലൊക്കേഷൻ പറഞ്ഞാൽ നമ്മളെ കൊണ്ടോട്ടി കോടങ്ങാട് ഈ AI ക്യാമറയുടെ തൊട്ടടുത്തുള്ള ഫോളിയറ്റ് അല്ലേ. എന്തെങ്കിലും പോവാം. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഷോർട്സും കളക്ഷൻസൊക്കെ ഞാൻ ഷോർട്സ് എടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഞാനത് വഴി അപ്ഡേറ്റ് ചെയ്യാം.
നിങ്ങൾക്ക് മറക്കാതെ എന്തായാലും മസ്റ്റായിട്ട് ഷോപ്പ് വിസിറ്റ് ചെയ്യാന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം ഇതുപോലത്തെ ഒരു ഓഫർ നിങ്ങൾക്ക് വേറെ കിട്ടാല്ല കേട്ടോ. അലയൊക്കെ ഓഫർ കണ്ട് നട്ടി നിൽക്കുകയാണ് അല്ലേ അലേഹ? ഞാൻ ഈ സമയത്ത് കുടിയിരിക്ക വിട്ടിരുന്നു അല്ലേ? എന്നപ്പോ സെറ്റായി. ഇനി നമ്മൾ ഇവിടുന്ന് എടുത്ത്, പക്ഷെ അന്ന് ഓഫർ ഉണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫർ ഇല്ല. ഇന്ന് ഓഫർ എടുക്കുന്ന ആൾക്കാർക്ക് സുഖമാണ്. ഇന്ന് ഹൗസ് വാമിങ് നടത്തുന്ന ആൾക്കാർക്കും ഇനി നിങ്ങൾ ഹൗസ് വാമിങ് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിൽ സാധനം വാങ്ങി വെച്ചോളൂ. ഈ ഓഫറിൽ നിങ്ങൾക്ക് അന്ന് കിട്ടൂല. കാരണം ഹൗസ് വാമിങ് ഒക്കെ എങ്ങനെയാണെന്ന് അറിയോ, ആ ടൈം ആകുമ്പോഴേക്കും ഉദ്ദേശിക്കുന്ന സാധനമല്ല, നമ്മുടെ കയ്യിലെ പോക്കറ്റിലെ കായ് പോവും. അതൊക്കെ പണി എടുക്കുന്നവർക്കേ മനസ്സിലാവുള്ളൂ. അതാണ് അതുകൊണ്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ വന്ന് എടുത്തോളി. എത്ര ദൂരാണെന്ന് നിങ്ങൾ നോക്കണ്ട. നിങ്ങളുടെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി പർച്ചേസ് ചെയ്ത് പോയിക്കോളി. അങ്ങനെ ഗായ്സ്, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മലപ്പുറത്തൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. ഇറങ്ങ് സിനുവിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അലേ മണ്ടി, അലേ വാ. അത് ഉത്സവല്ല, ഈ കുട്ടി ഇത് വീഗാലാൻഡാണ് വെച്ചിട്ട്. അതിന്റെ ചെരുപ്പ് അവിടെ ഓടുക. അങ്ങോട്ട് വാ. അങ്ങനെ വീഡിയോ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പം നിൽക്കുന്നത് നമ്മൾ മലപ്പുറത്ത് ഹോട്ടലിൻ്റെ മുന്നിലാണ്. എന്തായാലും എല്ലാവരെയും കൊടുന്നിട്ട് വിശന്ന് ചിറിളിച്ചിരിക്കണം. ഒക്കെ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ഒരു പരിപാടി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താ അലാക്കം ഉണ്ടാക്കി തീർക്കുക എന്നുള്ളത് നമുക്ക് നോക്കി നോക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും ലേറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഫുഡ് കഴിച്ചിട്ട് പോവാം. പിന്നെ ഉമ്മാക്കുള്ള എന്തെങ്കിലും ഉമ്മാടി കുടിക്ക് വാങ്ങണം വെച്ച് നോക്കും. ഉമ്മാക്കൊന്നും വേണ്ടിയല്ല, ഉമ്മാക്ക് വയറ് സുഖമല്ല, ഛർദിയാണ്. അതുകൊണ്ട് ചോറന്നെക്കാരം. നല്ല കൂസലും ഉണ്ടോ നോക്കിയപ്പോൾ ഒരു പെൺകുട്ടിയാണ്. 1-2 വയസ്സായ ഒരു പെൺകുട്ടി കയറി പോകണ്ടില്ലേ. നോക്കാം, ഇത്രയും ആൾക്കാർ ഇവിടെ നിൽക്കുമ്പോൾ കയറി പോണത് കണ്ടില്ലേ. അവിടെ എത്തിയത്. അങ്ങനെ ഗൈസ് പാഞ്ചാലി ഇറങ്ങുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട്. അല്ലേ ആ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങുന്നുണ്ട്. ഹായ്, ഇങ്ങോട്ട് നോക്കട്ടെ. എവിടുക്ക മണ്ടേ? എവിടുക്ക? നോക്ക്. എന്നാ മുട്ടായി. വാ. ഓക്കെ ഗായ്സ്, അങ്ങനെ കിച്ചണിലാണ്. ഇന്നലെ നമ്മളൊരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് ഉമ്മാനെ കൊണ്ടുപോയില്ല. ഉമ്മ നിങ്ങളെന്താ വരാൻ ഇന്നലത്തെ പരിപാടിക്ക്? ക്ഷീണം. എന്തോ ഒരു ഫുഡ് ചക്കര പറഞ്ഞ പൊക്കവട അടിച്ച് കഴിക്കായിരുന്നു എന്ന് പറഞ്ഞേ. അത് പിന്നെ ആ പീടിന്ന് വാങ്ങണ പൊക്കോടല്ലേ? ഗ്യാസ് ഉള്ള ആൾക്കാർ അത് തിന്നാൻ പാടില്ല. ഒന്നുമില്ല, വയറുവേദനയില്ല, ഒന്നുമില്ല. അല്ലേ ഗൈസ്, മിന്നാതെ 4 ഞാൻ അവിടെ ഛർദിക്കുമ്പോ ഇന്നെ കളിയാക്കായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, എനിക്ക് നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ കിട്ടും. ആരാണെങ്കിലും എനിക്കറിയില്ല എന്താ സംഭവം. പിന്നെന്താ, ഇന്നെ ആരെയും കളിയാക്കി കഴിഞ്ഞാൽ ആൾക്കാർക്ക് അപ്പൊ തിരിച്ചു കിട്ടും. ഞാൻ ആരും കളിയാക്കാനൊന്നും നിൽക്കൂല ഗൈസ്. എന്നെ പറഞ്ഞു ആ കടലൊക്കെ തിന്ന തീറ്റിച്ചിട്ടാണ് പറഞ്ഞു. എന്ത് കടല? അന്ന് മസാല കടല ഉണ്ടാക്കില്ല, ചോറിലേക്ക് ചൂട്ടൊക്കെ തിന്നില്ലേ. അങ്ങനെ ഇപ്പൊ മാറിയോ? ക്ഷീണം വിടുന്നില്ല. അതാ പള്ളേന്ന് പോയപ്പോൾ പോയി. അത് ഛർദിക്കുമ്പോ ആ പൊക്കവാട ഒക്കെ പോരുക. അതൊരു ശരിക്കും ഒരു 100ഓളം ഉണ്ടായിരുന്നു. 100 ഗ്രാം പൊക്കവാട തിന്നാ എന്താ ചെയ്യാ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. ഇന്നലത്തെ വീഡിയോന്റെ ബാക്കിയാണ്. ഉമ്മാനെ എന്താ കൊണ്ടുപോയില്ല. നമ്മള് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉമ്മാക്ക് ഭക്ഷണം ഒരു കൊടുന്നീന്നല്ലോ. കിട്ടിയില്ലേ? ചോറുന്നോ? അയ്യൂനക്ക് ജലദോഷാണ് ഗായ്സ്. ഇന്ന് ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയോ? ആവോലി ബസ് ചെമ്മി കേട്ടോ. ആവോലിന്റെ ഒക്കെ വില കേട്ട് കഴിഞ്ഞാല് മുള്ളില്ലാത്ത മുള്ളൊക്കെ ഉണ്ടാവും. പക്ഷെ ആവോലി കുട്ടിയാണ്. സത്യത്തിൽ അത് എനിക്ക് വാങ്ങിയതാണ്. പക്ഷെ അതിന് കാമ്പ് കുറവാണ്. എന്തിനെത്ര വില പിടിച്ചു വാങ്ങണ് ഈ കാവോലി? നിങ്ങൾ ആവോലി തിന്നില്ലല്ലോ. തിന്നാത്ത നിങ്ങൾ മുള്ളമീനാണെന്ന് പറഞ്ഞത്. ഇത് മുള്ളനല്ല, അത് ആവോലിയാണത്. ഇതിന് 350 റുപ്യോ? അതിനല്ല, ചെമ്മീന് വേറെ പൈസ. ചെമ്മീൻ 1 കിലോ അത്രേ ഉള്ളൂ. അത് എനിക്ക് വാങ്ങിയതാണ്. നിങ്ങൾക്ക് തൂ എന്റെ എണ്ണല്ലോ. എണ്ണ കഴിഞ്ഞിട്ട് എണ്ണ പിന്നെ കഴിഞ്ഞു. ഇന്ന് പോയി ഒലിവ് ഓയിൽ വാങ്ങിയെടുക്കാൻ. എനിക്ക് വേറെ എണ്ണയില്ല. ഞാൻ ഇപ്പോഴും ഡയറ്റ് ഞാൻ വിട്ടിട്ടില്ല. ഇപ്പോഴും ഡയറ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഈ മുരിങ്ങന്ന് കുറച്ച് കറി മാറ്റി വെക്കട്ടോ. എന്ത് കഞ്ഞിനോളത്തിൽ വെച്ചേ വല്ലാതെ എണ്ണ ഒഴിക്കണ്ട.
ഇപ്പോഴും ഗൈസ് ഡയറ്റ് ഞാൻ വിട്ടിട്ടില്ല. ഡയറ്റ് ഇപ്പോഴും ഞാൻ 6ാമത്തെ മാസമാണ് ഇപ്പോൾ ഈ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. 6 മാസം ഞാൻ ഡയറ്റ് കണ്ടിന്യൂ ചെയ്ത് 6 പാക്ക് ആക്കിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പം എന്തായാലും ഇന്നത്തെ വിശേഷത്തോളൂ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.